ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക സ്ഥിരമായിട്ട് കഴിച്ചാൽ ലഭിക്കുന്ന ഗുണഗണങ്ങളെക്കുറിച്ചാണ്. അത് പ്രധാനപ്പെട്ട ഒരു ഗുണഗണമാണ് ഹൈഡ്രേഷൻ. അത് ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് വെള്ളരിക്ക കഴിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ ഒരു ദിവസം 2-3 തവണ ചെറിയ രീതിയിലുള്ള പീസായിട്ട് വെള്ളരിക്ക അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കുന്നത് നിർജ്ജലീകരണം തടയാൻ വളരെ നല്ലതാണ്. ഇക്കാരണം ഇതിൽ കുക്കുംബറിൻ്റെ 95% വെള്ളത്തിൻ്റെ അംശം, അതുകൊണ്ട് തന്നെ വെള്ളരിക്ക എന്ന് പോലും പറയാനുള്ള കാരണം. പിന്നെ മറ്റൊരു പ്രധാന കാരണമാണ് വെയിറ്റ് ലോസ് കോച്ചുമാർ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ട്രെയിനർമാർ തങ്ങളുടെ ക്ലയൻസിനോട് കൂടുതലായി കുക്കുംബർ ഒരു ദിവസം 2-3 തവണ കഴിക്കാൻ പറയാറുണ്ട്. ഇതിന് പ്രധാന കാരണം ഇതിൽ വളരെയധികം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലോറി വളരെ കമ്മിയാണ്. അപ്പോൾ കലോറി കുറവുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ പൊണ്ണത്തടി വരാൻ സാധ്യത കുറവാണ്. പിന്നെ മറ്റൊരു പ്രധാന ബെനിഫിറ്റാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇപ്പോൾ നമ്മൾ മിക്ക ഹോട്ടലിൽ ചെന്നാലും നമുക്ക് എന്ത് ചെയ്യും, ഭക്ഷണത്തോടൊപ്പം കുക്കുംബർ ചെറിയ പീസായി തരാറ്. ഇതിനുള്ള പ്രധാന ബെനിഫിറ്റ് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും കൃത്യമായിട്ട് ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തൊലിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കാരണം പണ്ട് മുതൽ തന്നെ സ്ത്രീകൾ മുഖസൗന്ദര്യത്തിന് വേണ്ടി കുക്കുംബർ പീസാക്കി മുഖത്ത് വെക്കുക അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസാക്കി മുഖത്ത് തേച്ച് പിടിക്കുന്ന സംവിധാനം കാണാറുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുക്കുംബറിൽ ധാരാളം പൊട്ടാസ്യം മാഗ്നീഷ്യം അടങ്ങിയത് കൊണ്ട് ശരീരത്തിലെ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വിറ്റാമിൻ കെ കൂടുതലായിട്ട് അടങ്ങിയത് കൊണ്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് ബലം കൂട്ടാനും ഈ കുക്കുംബർ വളരെ നല്ലതാണ്. എന്നാൽ ഈ കുക്കുംബർ ഒരുപാട് നല്ലതാണ് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വാങ്ങിക്കഴിക്കുന്ന കുക്കുംബർ തമിഴ്നാട്, കർണാടക പോലത്തുള്ള സ്ഥലത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് അവർ കൂടുതൽ കീടനാശിനികൾ കാണുന്നുണ്ട്. ഈ കീടനാശിനികൾ കൂടുതലുള്ളത് കൊണ്ട് കൃത്യമായി നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് ഒന്ന് ശരി നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന സംഭവങ്ങളുള്ളൂ. ഇത് നമ്മളൊരു കുക്കുംബറിനെ വിത്തിട്ട് കഴിഞ്ഞാൽ 30-40 ദിവസത്തെ വിളവെടുക്കാൻ പാകമായി നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഏറ്റവും ഹെൽത്തിയ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊരു വിഷയമായി നാളെ കാണാം. ഓക്കെ, ബൈ.